ഹായ് ഹലോ, SRP ദിമലിന്റെ ബിഗ് ബോസ് എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ലാലേട്ടൻ വരുന്ന ആ ദിവസത്തിനായിട്ട്. കാര്യം കുറെ കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാരെയും പോലെ ആരാണ് എവിക്റ്റ് ആകുന്നത് എന്നുള്ള ആഗ്രഹമായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ശാരികയ്ക്കും ഒനിയിലിനും എന്ത് സംഭവിച്ചു, അവരെവിടെയാണ്, ഇതൊന്നും കാണിച്ചിട്ടില്ല. ഹൗസിനകത്തുള്ള ഒരു ലൈവിലോ ഒന്നിലോ കാണിച്ചിട്ടില്ല. കാര്യം മുമ്പ് നമുക്കറിയാം, ഞാൻ സീസൺ 5ന്റെ കാര്യം പറയാം. അതിന് മുമ്പത്തെ സീസൺ 6 ഞാൻ ഒട്ടുമേ കണ്ടിട്ടില്ല അധികം. അപ്പോ അതിനകത്ത് നമുക്ക് ഒരു സീക്രട്ട് റൂമിൽ സെറീന പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ കാണിക്കുന്നുണ്ട്, സെറീന അകത്തിരുന്ന് ഹൗസിനകത്തെ കാര്യങ്ങളൊക്കെ കാണുന്നതെല്ലാം കാണുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ ഈ നമ്മുടെ ഒനിയിലും ശാരിക എവിടെയാണ്, ഇതൊന്നും ആർക്കും അറിയില്ല. പ്രേക്ഷകർക്കും അറിയില്ല, ഹൗസിനുള്ളവർക്കും അറിയില്ല, ബിഗ് ബോസിന് മാത്രമേ അറിയാവുള്ളൂ. പിന്നെ ലാലേട്ടൻ വരുമ്പോൾ എന്തായാലും അറിയുമല്ലോ. എനിവേ, അപ്പൊ അതൊക്കെ അറിയാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിനു മുമ്പ് കുറെ കാര്യങ്ങൾ സംഭവിച്ചു ഹൗസിനകത്ത്. ഈ ആഴ്ച നടന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ അനുമോളുടെ CID പണി, അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അതായത് ജിസേലിനെ പലരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ അവിടെ ഏറ്റവും നന്നായി കളിക്കുന്ന ആളിനെ നോക്കിയപ്പോൾ പലരും ചൂസ് ചെയ്യൽ ഏറ്റവും 5 പോയിന്റോട് കൂടി 5-6 പോയിന്റോട് കൂടി മുന്നിൽ വന്നത് ജിസേലാണ്. തൊട്ട് താഴെ അനീഷ് ഉണ്ട്, 4 സ്റ്റാർ കിട്ടിയിട്ടുണ്ട് അനീഷിന്. അപ്പം എനിക്ക് അത്ഭുതം തോന്നിയത് അനീഷിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി ഹൗസിനകത്തുള്ളവർ തന്നെ. കാര്യം ആദ്യ ആഴ്ചയിലൊക്കെ എല്ലാവരും എതിർത്ത് നിന്നത് അനീഷിനെയാണ്. തൊട്ടടുത്ത ആഴ്ചയിൽ തന്നെ സ്റ്റാർട്ടിങ്ങിലും എല്ലാവരും എതിർത്തുന്നത് അനീഷിനെയാണ്. ഏറ്റവും വേസ്റ്റ് പ്ലെയർ എന്നുള്ള രീതിയിൽ, വേർസ്റ്റ് എന്നുള്ള രീതിയിൽ അനീഷിനെയാണ് 18 പേര് സെലക്ട് ചെയ്തത്. 18 കണ്ടസ്റ്റൻസ് അതിൽ നമ്മുടെ മുൻഷി രഞ്ജിത്ത് പോയപ്പോൾ 17 കണ്ടസ്റ്റൻസ്. അപ്പൊ 17 16 പേരും സെലക്ട് ചെയ്ത്, അല്ല 18 ഉണ്ടായിരുന്നു ടോട്ടൽ. അതിൽ 17 പേരും സെലക്ട് ചെയ്തത് അനീഷിനെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ നിന്ന് അനീഷ് ഇത്തവണ ആ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ഇത്രയും പേരെയും ഓവർകം ചെയ്ത് 2ാം സ്ഥാനത്ത് ജിസേലിന്റെ തൊട്ട് താഴെ വന്നെങ്കിൽ അദ്ദേഹം പലരുടെയും മനസ്സ് കീഴടക്കി തുടങ്ങി. അദ്ദേഹത്തിന് ഗെയിം സ്ട്രാറ്റജി കാര്യങ്ങൾ ഒക്കെ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ കുറച്ച് മനുഷ്യത്വപരമായിട്ട് കൂടെ നിൽക്കേണ്ടത് എങ്ങനെയാണെന്ന് അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നമ്മൾ വേറെ കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇന്ന് ലാലേട്ടൻ പലരുടെയും പേര് മെൻഷൻ ചെയ്തു. അഖിൽ മാരാറിന്റെ, അപ്പോൾ അതുപോലെ തന്നെ 1ാമത്തെ സീസൺ വിന്നർ ആയിട്ടുള്ള സാബു മോന്റെ, അതുപോലെ റിയാസിന്റെ, അങ്ങനെ പലരുടെയും പേരുകൾ ലാലേട്ടൻ മെൻഷൻ ചെയ്തു. കാരണം ഇവരൊക്കെ എന്ത് സ്ട്രാറ്റജി വെച്ചിട്ടാണ് വിജയം കൈവരിച്ചത് അല്ലെങ്കിൽ അവിടെ മുന്നേറിയത് എന്ന് അനീഷിനോട് ചോദിച്ചു. അപ്പൊ അനീഷ് അതിന് വ്യക്തമായിട്ടൊരു ഉത്തരം അനീഷിനില്ല. ഒരു ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ഗെയിം അറിഞ്ഞ് ഫുള്ളും തന്റെ എല്ലാവരുടെയും 100% എഫേർട്ട് അവിടെ കൊടുത്തിട്ടൊക്കെയാണെന്ന് പറയുന്നത്. അതൊക്കെ ശരി തന്നെയാണ്. എങ്കിലും അഖിൽമാരൊക്കെ എൻ്റെ ഡിഫറെന്റ് ആയിരുന്നു പല കാര്യങ്ങളിലും. പിന്നെ അദ്ദേഹത്തിന് ഒരു ക്വാളിറ്റി ഉണ്ട്, അദ്ദേഹം നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു അഖിൽമാരാർ. ആരെയും സംസാരം കൊണ്ട് വീഴ്ത്തുന്ന ഒരു പ്രകൃതം ഈ അഖിൽമാരാർക്ക് ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരന്റെ പല കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ട്. ഒബിയസ്ലി നമ്മൾ പലതും കാണുന്നുണ്ട്, പുള്ളിക്കാരൻ ഇത് എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് വളരെ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള സംസാരങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിന് 2 അഭിപ്രായം കാണാം. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, ഇഷ്ടപ്പെടാത്തവരാണ്. പക്ഷെ ഒരാൾക്കുള്ള കഴിവുകൾ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അത് അങ്ങനെയുള്ള സംഭവം ഉള്ള ഒരാളായിരുന്നു അഖിൽ മാരാർ. അപ്പൊ ആ ഒരു സംസാരം, ആ ഒരു കാലിബർ കൊണ്ട് തന്നെയാണ് അദ്ദേഹം അവിടെ വിന്നറായത്. അപ്പൊ അതൊക്കെയാണ് ലാലേട്ടൻ സൂചിപ്പിച്ചത്. നമ്മളെ വലിയൊരു സമൂഹത്തെ പ്രതിനിധാനം ചെയ്ത് അവിടെ എത്തിയിരിക്കുന്ന കണ്ടസ്റ്റന്റ് അനീഷ്. അപ്പൊ അനീഷ് ആ രീതിയിലോട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അത് പുള്ളിക്കാരൻ ആ രീതിയിൽ മനസ്സിലാക്കും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ. ജിസേലിനെ ഞാൻ പറഞ്ഞത്, ജിസേലിന്റെ വിഷയമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവിടെ സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ, ജിസേലിനെ മേക്കപ്പ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരാളാണ് പുള്ളിക്കാരി, ഒരു മോഡലാണ്. അപ്പം ഫുൾ മേക്കപ്പിലാണ് ആ പുള്ളിക്കാരിയുടെ ജീവിതം. അപ്പൊ മേക്കപ്പ് ഇല്ലാതെ നമുക്ക് ആ ഫേസ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. മേക്കപ്പിലാണ് അവരുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് അങ്ങനെ ആയിരിക്കും. ചിലർക്ക് അവരുടെ ഡ്രസ്സിലായിരിക്കും കോൺഫിഡൻസ്, ചിലർക്ക് തങ്ങളുടെ സംസാരത്തിലായിരിക്കും. അങ്ങനെ പലർക്കും പലതാണ്. അപ്പം മേക്കപ്പിലും ആ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെയാണ് ജിസേലിന്റെ കോൺഫിഡൻസ്. അതുകൊണ്ട് തന്നെ പല സാധനങ്ങളും കള്ളത്തരത്തിലൂടെ, തിരിച്ചേൽപ്പിക്കാൻ പറഞ്ഞ പല സാധനങ്ങളും ഒളിച്ചു വെച്ചൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഉറപ്പായിട്ടും ഹൗസിലുള്ള മറ്റ് പ്രത്യേകിച്ച് ലേഡീസിന്, പെൺകുട്ടികൾക്ക് അത് പ്രശ്നം ഉണ്ടാകും. കാരണം അവരും മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന ആരാണോ, ആണുങ്ങളെക്കാൾ കൂടുതലും പെണ്ണുങ്ങളാണ് കൂടുതൽ മേക്കപ്പ് ഉപയോഗിക്കുന്നത്. അപ്പൊ മറ്റുള്ളവർക്ക് അവർക്ക് മാത്രം എന്താണ് ഇത്ര പ്രിവിലേജ് എന്ന് അവർ ചിന്തിക്കും. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ അനുമോൾ അത് ശക്തമായിട്ട് പ്രതികരിച്ചു. ഞാനതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈവൻ ലാലേട്ടൻ അപ്പൊ പറഞ്ഞപ്പോഴത്തേ അദ്ദേഹം പറഞ്ഞ അതിനാണ്, അത് മറ്റുള്ളവരെല്ലാവരും ചെയ്യണ്ടേ, എന്ന് ഒരാൾക്ക് മാത്രം എന്തിനാണ് പ്രിവിലേജ്? അവിടെ ഒരു റൂൾസ് ഉണ്ട്. തീർച്ചയായിട്ടും അവിടെ ഡ്രസ്സൊക്കെ കൊടുക്കണം, അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഡ്രസ്സൊക്കെ. പക്ഷെ ഇത്തവണ പറഞ്ഞല്ലോ, അത്ര ഈസി ആയിരിക്കില്ല എല്ലാ തവണത്തെ പോലെ ബിഗ് ബോസ്. ഡ്രസ്സ് വരെ കൊടുക്കുന്നതിന് അവർക്ക് വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ട്, ടാസ്കുകളുണ്ട്, അതിലൊക്കെ വിജയിക്കണം. അപ്പൊ മാനസികമായിട്ട് ഭയങ്കരമായിട്ടുള്ള അവരെ തളർത്തുന്നുണ്ട് ഈ ഒരു സീസൺ എന്ന് പറയുന്നത്. അപ്പൊ അതിനെയൊക്കെ ഓവർകം ചെയ്ത് ഇത്രയും പേര് അവിടെ നിൽക്കുന്നത് വളരെ ഒരു മികച്ച ഒരു കാര്യം തന്നെയാണ്. പിന്നെ പലരും, ഞാൻ ഈ നമ്മുടെ സോഷ്യൽ മീഡിയാസിൽ ഞാൻ കമന്റ്സുകളുണ്ട്, പലരും ഈ പരിപാടി നിർത്താനായിട്ട് എന്ത് ചെയ്യണം, ഇതിനെതിരെ കോടതി പോകുന്നു, എത്ര പേര് ഒപ്പം
ഉണ്ട്, ഒപ്പമുള്ളവർക്ക് ലൈക്ക് അടിക്കാം, അതൊക്കെ ഭയങ്കര ഒരു മികച്ച കമന്റ്സ് എന്നൊക്കെയാണ് അവരുടെ വിചാരം. എന്താണ് ഇതിനകത്ത് നിങ്ങൾ കാണുന്ന ഈവനിങ്ങിലെ കാണുന്ന സീരിയലുകൾ കൊണ്ട് എന്താണ് നിങ്ങൾ നേടുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് വീട്ടിൽ ഈ കണ്ണീർ സീരിയലുകളും കാര്യങ്ങളൊക്കെ നേടുന്നല്ലോ, എന്താണ് നിങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന പാഠം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അതുകൊണ്ടുള്ള ഗുണം? ഒരാൾ കമന്റ് അടിച്ചു വെക്കുകയാണ്, ഈ പരിപാടി കൊണ്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ? ഞാൻ അയാളോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ തിയേറ്ററിലൊക്കെ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്, OTT-യിൽ സിനിമ വരുന്നുണ്ട്, ഏഷ്യാനെറ്റ്, സൂര്യ അതുപോലെയുള്ള മൂവി ചാനലുകളിൽ, കേബിൾ ടിവികളിലല്ലേ പണ്ടത്തെ, ഇപ്പം നമ്മുടെ ഡിഷും DTH ഒക്കെ ഉണ്ടല്ലോ, അപ്പം അതിലൊക്കെ സിനിമകൾ വരുന്നുണ്ട്, സീരിയൽസ് വരുന്നുണ്ട്, എന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന ഗുണം? അപ്പൊ അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരും. ഈ പരിപാടി കൊണ്ട് ഗുണമൊന്നുമില്ല, ഇതൊരു എന്റർടൈൻമെന്റ് ഷോ ആണ്, ഇതൊരു റിയാലിറ്റി ഷോ ആണ്. അവിടെ എന്താണ് അവിടെ കാണിക്കുന്നത്? അവിടെ നിങ്ങൾ ഈ പലരും പറഞ്ഞു, കുറെ ആൾക്കാർ വന്നു, അവിടെ തുണിയില്ലാത്ത, അവിടെ എന്താണ് തുണിയില്ലാത്ത നിങ്ങൾ കണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇത്ര ദിവസമായിട്ട് എപ്പിസോഡ് ഇടുന്നു, അവിടെ ഒരു വൾഗറായിട്ട് ഡ്രസ് ധരിച്ച് ആരെയും ആ ഷോയിൽ കണ്ടിട്ടില്ല. അവിടെ അവരുടെ വ്യക്തിത്വം, അവരെന്താണ് എങ്ങനെയാണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് അവരാരും ബിഗ് ബോസ് പൂർണ്ണമായിട്ട്, ചിലപ്പം നമ്മൾക്ക് സമൂഹത്തിൽ പുറത്തുവിടാൻ പറ്റുന്ന പല കാര്യങ്ങളും അതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ടാകാം, പക്ഷെ അതൊന്നും അവർ പുറത്തു വിടുന്നില്ല. ഇതൊരു എഡിറ്റർ വെർഷനാണ് പുറത്തു വരുന്നത്, പലതും കട്ട് ചെയ്തിട്ടാണ്. നമ്മൾ 24 മണിക്കൂറുള്ള ആക്ച്വൽ കാര്യങ്ങളല്ല അവർ കാണിക്കുന്നത്. അവർക്ക് കാണിക്കേണ്ട ക്യാമറകൾ ഏതാണെന്ന് അവർക്കറിയാം, ആ ക്യാമറകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അതേസമയം തന്നെ ഈ ഹൗസിന്റെ മറ്റൊരിടത്ത് വേറൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും, അത് ഒരുപക്ഷെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഒഴിവാക്കുന്നുണ്ട്. അതിനകത്ത് അല്ലാതെ എന്താണ് നടക്കുന്നത്? വഴക്കുണ്ട്. നിങ്ങൾ താല്പര്യമുള്ളവർ കണ്ടാൽ മതി. നമുക്കിത് എനിക്കും ഈ ഒരു പരിപാടി കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന്, പക്ഷെ ഞാൻ ഇടയ്ക്കൊക്കെ കാണുമായിരുന്നു. സീസൺ 1 ഉം 2 ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ ആരൊക്കെ വിന്നർ ആയിട്ടുള്ളത് നമുക്ക് താല്പര്യമില്ല എന്ന് കരുതിയിട്ട് ഒരു മോശം ഷോ ആണെന്നോ, അല്ല ഇതിനകത്ത് വൃത്തികെട്ട കാര്യങ്ങൾ നടക്കുന്നില്ല. ഇവരെല്ലാരും ഹ്യൂമൻ ബീങ്സ്, മനുഷ്യരാണ്. അവിടെ പോയിരിക്കുന്ന കുറച്ച് ആൾക്കാർ സെലിബ്രിറ്റീസ്, നമ്മൾ സിനിമകളിലോ അല്ലെങ്കിൽ TV ഷോകളിലോ മാത്രം കണ്ടു പരിചയമായിട്ടുള്ള മുഖം ഈ ഒരു റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ അവരിങ്ങനെയാണ്. ഇത്രയേ ഉള്ളൂ ഇവര്. നമുക്കും അവയർനെസ് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. കാരണം ഇവരൊക്കെ ഇത്രയേ ഉള്ളൂ, നമ്മളെ പോലെയുള്ള മനുഷ്യർ തന്നെയാണ്. അപ്പൊ ഇവരൊക്കെ എന്തുകൊണ്ട് ആ ഒരു ലെവലിൽ എത്തി? ചിലപ്പം ഫൈനാൻഷ്യലി ഭയങ്കരമായിട്ട് റിച്ച് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ അതിനകത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ എങ്ങനെ റിച്ച് ആയി? നമ്മളെ പോലെയുള്ളവരല്ലേ ഇവർക്ക്, നമ്മളത്ര കഴിവുപോലും ഇവർക്കില്ലല്ലോ. അത് നമുക്ക് സ്വന്തമായിട്ട് ചിന്തിക്കേണ്ട അവസരം കൂടിയാണ് ഈ റിയാലിറ്റി ഷോ. കാരണം എല്ലാവർക്കും അതിൽ പോയി പങ്കെടുക്കാനോ മത്സരിക്കാനോ പറ്റില്ല. പങ്കെടുക്കാൻ പോകുന്നവർക്ക് ഒബിയസ്ലി അവർക്ക് റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ട്, അവർക്കൊരു ഫെയിം കിട്ടുന്നുണ്ട്, വാട്ട് എവർ നെഗറ്റീവ് ഓർ പോസിറ്റീവ്. ഇപ്പം ആ ഒരു ഷോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഷോ കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായെന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവർക്ക് പറയാൻ കാര്യങ്ങളുണ്ട്. ചിലപ്പം പറയാം, ഞാൻ ഈ ഷോയിൽ വന്നു, എനിക്ക് ഇതുകൊണ്ട് പൈസ കിട്ടി, ഞാൻ ഇവിടെ വരണ സമയത്ത് ഷോയിൽ ചെയ്യുമ്പോൾ അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ട്, എനിക്ക് ഡെയിലി ഇത്ര രൂപ വെച്ച് എനിക്ക് സാലറി വേജസ് കിട്ടും എന്നുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ട്. അപ്പൊ ആ ഒരു ഡെയിലി റെമ്യൂണറേഷൻ ഉണ്ട് അവർക്ക്, അത് കിട്ടുന്നുണ്ട്. സെക്കൻഡ്, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു അതുല്യ നടൻ, മലയാളത്തിന്റെ വലിയൊരു മഹാനടൻ, അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് നിന്ന് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന് ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഹൗസിനകത്ത് കുറച്ച് നാളെങ്കിലും ഒരു 50 ദിവസമെങ്കിലും സർവേ ചെയ്യുന്നവർക്ക് മോഹൻലാലിന് ഇവരെ എല്ലാം ഫെമിലിയർ ആയിരിക്കും. കാരണം മുൻപുള്ള സീസണിൽ ആരായാലും ഒരിക്കലും ഒരു കോൾ വിളിച്ചിട്ട് മോഹൻലാൽ, ലാലേട്ടാ ഞാൻ ഇന്ന ആളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അവരെ തിരിച്ചറിയാൻ പറ്റും. അതൊരു വലിയ കാര്യം തന്നെയാണ്. നമുക്ക് ധൈര്യമായിട്ട് ചെന്ന് പറയാം, മോഹൻലാൽ എന്റെ പരിചയക്കാരനാണ്, എന്നെ അറിയാവുന്ന ആളാണ് ലാലേട്ടൻ എന്ന് പറയാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്താ ഗുണം വെച്ചാൽ അതൊരു വലിയൊരു പ്രൗഡ് തന്നെയാണ്. ഇത്രയും വലിയൊരു ആളുമായിട്ട് നമുക്കൊന്നും ആ ലെവലിൽ എത്താൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ അത്രയും ലെവലിൽ നിൽക്കുന്ന ഒരാളെ നമുക്ക് അറിയാമെന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ആ ഷോ കൊണ്ട് അവർക്ക് ഉണ്ട്, കണ്ടസ്റ്റൻസിനുണ്ട് ഗുണം. അതുപോലെ മൂന്നാമത്തെ കാര്യം, നമ്മൾ അവിടെ എന്ത് ചെയ്താലും അവിടെ ഒരു പോസിറ്റീവ് ഓർ നെഗറ്റീവ് നമ്മുടെ ഈ സമൂഹത്തിൽ സ്പ്രെഡ് ആവുന്നുണ്ട് ആ വ്യക്തിയെ കുറിച്ച്. 18 പേരുണ്ടെങ്കിൽ 18 പേരെ കുറിച്ചും. ചിലർക്ക് പോസിറ്റീവ് മാത്രമായിരിക്കാം, ചിലർക്ക് നെഗറ്റീവ് മാത്രമായിരിക്കാം, ചിലർക്ക് ഇത് മിക്സ് ആയിട്ട് വരാം. പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് തന്നെ ആയാലും ഈ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, അവർക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ അറിയാമെങ്കിൽ പുറത്തിറങ്ങുന്ന സമയത്ത് അവർക്ക് അത് വെച്ചിട്ട് അവരുടെ ഫെയിം മുന്നോട്ട് കൊണ്ടുപോകും. അത് തന്നെയാണ് ഈ അഖിൽമാരാറിനെ പോലെയുള്ളവർ ചെയ്യുന്നത്. അവർ വ്യക്തമായിട്ട് അവർ നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, അത് വെച്ച് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നുണ്ട്. സോ ഇതൊക്കെ ഹൗസിനകത്തുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്കൊരിക്കലും ഇങ്ങനെയുള്ള ഷോകളിൽ പോകാനോ ഒന്നിനും പറ്റുന്നില്ല. നമുക്ക് കാണാം, നമുക്ക് കണ്ട് വിലയിരുത്താം, നമുക്കൊരു ബോധവൽക്കരണം ഉണ്ടാകും. കാരണം ഇങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ നമ്മളും ഇതുപോലെയൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ എത്ര പോലും കപ്പാസിറ്റി ഇല്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ പെർഫോം ചെയ്തതെന്ന് ചിന്തിക്കുന്നു. അപ്പൊ നമുക്ക് അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. അത് വെച്ചിട്ട് നമ്മളെ മറ്റു കാര്യങ്ങളിൽ മുന്നേറാൻ നോക്കുക, ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ തീർച്ചയായിട്ടും മുന്നേറും എന്ന് തന്നെയാണ് വിശ്വാസം. അപ്പൊ ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവാം. അപ്പൊ ഇതൊക്കെയാണ്
ഞാൻ ഈ പറഞ്ഞെല്ലാം ഈ ഒരു ഷോയെ കുറ്റം പറയുന്നവരോടുത്തുള്ള ഒരു ചെറിയൊരു മറുപടി ആയിട്ടാണ്. ഇഷ്ടമില്ലാത്തവർ കാണാതിരിക്കുക, പ്രശ്നം തീർന്നില്ലേ? ഇഷ്ടം ആരും നിർബന്ധിച്ച് ആരെയും കാണിക്കുന്നില്ല. നിങ്ങൾ ഇത്ര മണി മുതൽ രാത്രി 9 മണി മുതൽ 10 അല്ലെങ്കിൽ 9:30 മുതൽ 10:30 വരെ നിങ്ങൾ ഇത് കണ്ടേ പറ്റൂ. ഇരിക്കുക, നിങ്ങളുടെ മുമ്പിൽ അത് TV ഓണാക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്റർനെറ്റിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഹോട്ട്സ്റ്റാറിനകത്ത് മൊബൈലിൽ ഓൺ ചെയ്ത് നിങ്ങൾ ഇത് കണ്ടേ പറ്റുള്ളൂ. ആരും നിങ്ങളെ നിർബന്ധിക്കുന്നില്ലല്ലോ. അപ്പം ഇഷ്ടമുള്ളവർ കാണുക, ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടല്ലോ. പണ്ട് ദൂരദർശൻ ചാനൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞാനൊക്കെ 80s കിഡ്സ് ആണ്, 90s അല്ല. DD4 എന്ന് പറയുന്ന ചാനലോ അങ്ങനെ ഒരു പേര് ദൂരദർശൻ ഉണ്ട്. ഞായറാഴ്ച നമുക്കത് കാണാൻ ആ TV അതിനകത്ത് 4 മണിക്ക് സിനിമ ഉണ്ട്. അപ്പൊ ആ സിനിമയ്ക്കിടയിൽ പരസ്യം വരും. അവിടെ ചാനൽ മറ്റു പരിപാടിയൊന്നുമില്ല, പരസ്യം തീരുന്നവരെ വെയിറ്റ് ചെയ്യും. ആ പരസ്യം തീർന്ന അപ്പൊ തന്നെ സിനിമയുടെ ബാക്കി കാണണം. നമ്മൾ കാണാത്ത സിനിമകളായിരിക്കും വരുന്നത്. വെള്ളിയാഴ്ച രാത്രി 9:30 ഹിന്ദി സിനിമയുണ്ട്, അത് കാണാൻ വേണ്ടിയിട്ടിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇപ്പൊ അതൊന്നും അല്ല. ഇപ്പം നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. വേണ്ടാത്ത കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാം, വേണമെന്നുള്ള മാത്രം കണ്ടാൽ മതി. നിങ്ങൾ വേണമെന്നുള്ളവർ കാണുക, വേണ്ടാത്തത് സ്കിപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിന് പരാതിയും പരിഭവം പറഞ്ഞത് യാതൊരു കാര്യമില്ല. ഇതൊരു അടിപൊളി റിയാലിറ്റി ഷോ തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. അതിലൊരു മാറ്റമില്ല. അപ്പൊ ഹൗസിനകത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ശാരിക ഒനിയിൽ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ 2 ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അവർ ചെന്ന് പ്രധാന വാതിൽ തുറക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷയ്ക്കകത്ത് ശാരികയും ഒനിയിൽ വന്നു. അപ്പൊ അവർ എവിടെയായിരുന്നു എന്നുള്ളതിന്റെ ചോദ്യത്തിന് അവർ ഉത്തരം പറഞ്ഞു. ഒനിയിൽ പറഞ്ഞു ഒരു വല്ലാത്തൊരു ജയില് പോലെ ഒരു സ്ഥലമായിരുന്നു. ശാരികയും പറഞ്ഞു ഒരു മൈൻഡ് ഔട്ട് ആയി പോയി. ശാരിക ദുസ്വപ്നങ്ങളായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. 48 മണിക്കൂർ അവർ ആ ഹൗസ് വിട്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ വേറൊരു അജ്ഞാതവാസത്തിലായിരുന്നു. അപ്പൊ അതൊക്കെ ഒരാളെ മെന്റലി ഡൗൺ ആക്കുന്ന വല്ലാത്തൊരു പണിഷ്മെന്റ് ആണ്. അപ്പൊ ഈ ഒരു സീസൺ വളരെ രീതിയിൽ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള പരീക്ഷണങ്ങളാണ് അവിടുത്തെ കണ്ടസ്റ്റൻസിന് കൊടുക്കുന്നത്. പിന്നെ പല കാര്യങ്ങൾ അനീഷിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അവിടെ എല്ലാവരും സംസാരിച്ചു, എല്ലാവരെ കൊണ്ടും ലാലേട്ടൻ സംസാരിപ്പിച്ചു. അവരെല്ലാം അവസരങ്ങൾ ചോദിച്ചവർക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തു. അവസരം ചോദിക്കാതെ മിണ്ടാതിരുന്ന രേണു സുധിയെ പോലും രേണു എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ആക്റ്റീവ് അല്ലാത്തവരെയും കൊണ്ട് സംസാരിപ്പിച്ചു. എല്ലാവരും സംസാരിച്ചു വളരെയധികം. നൂറയിൽ എനിക്കും പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു സൈലന്റ് ടൈപ്പാണ്, ഒന്നും സംസാരിക്കുന്നത്. എപ്പോഴും ആദിലയാണ് സംസാരിക്കുന്നത്. നൂറ ഭയങ്കര സൈലന്റ് ആണ്. അപ്പൊ ഇവരൊക്കെ എങ്ങനെ ഇതിനകത്ത് സർവൈവ് ചെയ്യും എന്നറിയില്ല. അപ്പൊ ഇന്ന് അത് ലാലേട്ടൻ സംസാരിപ്പിച്ചു നൂറയെ കൊണ്ട്, എന്താണ് ഇങ്ങനെ എന്നൊക്കെ. അപ്പൊ എല്ലാം ഞാൻ സംസാരിക്കും എന്നൊക്കെ രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ ആയിരുന്നു വിശേഷങ്ങൾ. അപ്പൊ എവിക്റ്റ് ആയത് ആരെന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഞാനും പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ച ശൈത്യ പുറത്താവും എന്നാണ്. ആ ഒരു എവിക്ഷൻ ലിസ്റ്റിൽ നിന്ന് പുറത്താവാൻ ഞാൻ കണ്ട ആള് ശൈത്യയാണ്. പക്ഷെ പുറത്താവേണ്ട ഒരാൾ തന്നെയായിരുന്നു പുറത്തായത്. RJ ബിൻസി ആയിരുന്നു. RJ ബിൻസി അവിടെ കാര്യമായിട്ടുള്ള സംഭാവനകളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ മറ്റുള്ളവരുടെ ഇതിൽ എസ്കേപ്പ് ആയി പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് നമ്മളൊരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ പോലും ബിൻസി വരാത്തത്. ബിൻസി അവിടെ വന്നിട്ട് ഇപ്പൊ എവിക്റ്റ് ആയിട്ട് വന്നിട്ട് പറഞ്ഞു ഞാൻ നല്ലോണം വഴക്കടിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ എന്റെ 90% പുറത്തെടുത്തിട്ടില്ല എന്ന്. പിന്നെ എന്തിനാണ് ഇവർ വെയിറ്റ് ചെയ്യുന്നത്? 2 ആഴ്ചയായി. നിങ്ങൾ പുറത്തെടുക്കേണ്ട കാര്യങ്ങൾ പുറത്തെടുക്കുന്നു. പക്ഷെ വഴക്കടിക്കുക എന്നതല്ല ഇപ്പോഴും പലരുടെയും വിചാരം അതാണ്. രേണുസുധിയൊക്കെ വിചാരിക്കണം വഴക്കടിച്ചാൽ ബിഗ് ബോസ് ആയി. രേണുസുധി ഇപ്പോഴും അക്ബർ തന്നെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചു, അതിന് ഞാൻ മാപ്പ് കൊടുക്കില്ല, ജീവിതകാലം മുഴുക്ക ഞാൻ മാപ്പ് കൊടുക്കില്ല, എന്റെ ഹൃദയത്തിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ സെപ്റ്റിക് ടാങ്കിൽ പിടിച്ചു കിടക്കുകയാണ് ഇപ്പോഴും രേണുസുധി. അക്ബർ അതെല്ലാം വിട്ടിട്ട് തന്റെ ഗെയിം കളിക്കുന്നുണ്ട്. ഇവര് സെപ്റ്റിക് ടാങ്കിന്റെ മുകളിൽ തന്നെയാണ് ഇപ്പോഴും. കാരണം അതൊക്കെ കളഞ്ഞിട്ട് അത് പുള്ളിക്കാരൻ മാപ്പ് പറഞ്ഞു. ഇതൊക്കെ കളയണം, മാപ്പ് പറഞ്ഞു, നീ മാപ്പ് തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അക്ബറിന്റെ പാട്ടിന് പോയി. അപ്പൊ ഇതും പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ കോണ്ടന്റ് ക്രിയേറ്റും കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പം പിന്നെ ജയിൽ ടാസ്ക് കൊടുത്തു. 8ന്റെ പണിയായിരുന്നു ജയിൽ ടാസ്ക്. ഞാൻ അത് കണ്ട് വളരെയധികം കഷ്ടപ്പെട്ട് അവരത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ നല്ല പണികളാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ഇത്തവണ. എന്തായാലും ബിൻസി എവിക്റ്റ് ആയി. ബിൻസിക്ക് നമുക്ക് അറിയാൻ പറ്റും വളരെയധികം സങ്കടമായി. കാരണം പുള്ളിക്കാരിക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കാൻ. പുള്ളിക്കാരി ഒരിക്കലും പുറത്താവുന്ന പ്രതീക്ഷിച്ചില്ല. പക്ഷെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തതാണ് ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി വരും ആഴ്ചകളിൽ എന്തൊക്കെയാണെന്ന് ഒരു പിടിയില്ല. എന്തായാലും അവിടെ കുറച്ച് സർവൈവ് ചെയ്ത് പോകും എന്ന് എനിക്ക് തോന്നുന്നത്. അവസാനം വരെയും 100ൽ ഈ നിൽക്കുന്നവരിൽ എനിക്കിപ്പം തോന്നുന്നത് അനീഷ്, ഷാനവാസ്, അക്ബർ, അഭിലാഷ്, ആര്യൻ, ജിസേൽ എന്നിവരാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി ശരത്തൊക്കെ എത്രത്തോളം പോകുന്ന കണ്ടറിയാം. ശരത്തൊക്കെ ഭയങ്കരമായിട്ട് ഒരു നല്ലൊരു പ്രോപ്പർ ഗെയിമറാണെന്ന് ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. അവിടെ ഒരു പരദൂഷണം അങ്ങനെയുള്ള സംഭവങ്ങളിലൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവിടെ ഇൻഡിവിജ്വലായിട്ട് കളിക്കണം. അവനവന്റെ ഒരു ഓരോ സമയത്ത് അത് മാറിപ്പോയിട്ട് ഒരു ടാക്കിൾ ഉണ്ട്. അതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് വരുന്ന തടസ്സങ്ങളൊക്കെ തട്ടി നീക്കി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഞാൻ ഈ കാത്തിരുന്ന ലാലേട്ടൻ വരുന്ന ഈ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോ ബാക്കി കാര്യമുണ്ടെന്നെങ്കിൽ എപ്പിസോഡുകളോ അല്ലെങ്കിൽ ലൈവോ ഒന്നും കാണാൻ സാധിച്ചില്ല. പക്ഷെ എങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഈ ലൈവ് കാണുന്ന സമയത്ത് തന്നെ ചില കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതിനിടയ്ക്ക് ഇന്ന് രാവിലെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഇന്നലെ രാവിലെ ഈ ബിഗ് ബോസ് ഉണ്ടായ ഇൻസിഡന്റ് ആണ്. ഇന്ന് രാവിലത്തെ ലൈവിൽ നമ്മൾ കണ്ടതാണ്. അനീഷ് നമ്മുടെ ഷാനവാസിനെ ക്യാപ്റ്റനെ
മരപ്പട്ടി എന്ന് വിളിച്ചു, സോറി മരക്കഴുതയെന്ന് വിളിച്ചു. അതിന് തിരിച്ച് അനീഷിന്റെ തന്തയ്ക്ക് വിളിച്ചു ഷാനവാസ്. അപ്പൊ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും എന്ന് വിചാരിച്ചു, പക്ഷെ ചർച്ച ചെയ്യപ്പെട്ടില്ല. പിന്നെ അനീഷും അതൊരു ആ സമയത്ത് റിയാക്ട് ചെയ്തല്ല, അതിനെക്കുറിച്ച് വലിയൊരു ഇതാക്കി കൊണ്ടുപോയില്ല, അതൊരു ഗ്രഡ്ജായിട്ട് മനസ്സിൽ വിട്ടിരുന്നില്ല എന്നുള്ള വലിയ കാര്യമാണ്. കാരണം ലാലേട്ടൻ വന്ന സമയത്ത് അനീഷിന്റെ മനസ്സിൽ ഏറ്റവും മികച്ച പ്ലെയറായിട്ട് അവിടെ തോന്നിയത് ഷാനവാസാണ്. അപ്പൊ ഒരു സ്റ്റാർ അനീഷ് കൊടുത്തത് ഷാനവാസിനാണ്. ആ ഒരൊറ്റ സ്റ്റാറാണ് ഷാനവാസിന് കിട്ടിയതും. അവിടെ അർഹതയില്ലാത്ത സ്റ്റാറുകൾ 2-3 കിട്ടിയത് ശരത്തിനാണെന്ന് തോന്നുന്നു. അത്ര ഒരു പ്രോപ്പർ ലീഡർ അല്ല. എനിക്ക് ശരത്തിനോട് വേറെ വൈരാഗ്യമൊന്നുമില്ല. ശരത്ത് ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശരത്ത് വന്ന സമയത്ത് അസാധ്യ ഗെയിമർ ആയിരിക്കും എന്ന പ്രതീക്ഷ ഒരാളാണ്. പക്ഷെ ഒരു വെറുതെ ഒരാളെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നതല്ലാണ്ട് എല്ലായിടത്തും എത്താനോ അല്ലെങ്കിൽ എല്ലായിടത്തും ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാനോ ഒന്നും പറ്റുന്ന ഒരു പ്ലെയർ അല്ല. അപ്പൊ ആ രീതിയിൽ ഷാനവാസ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അക്ബർ ഈസ് ഓസം നല്ല രീതിയിൽ കളിക്കുന്നത്. ആര്യൻ ഒരു ഗെയിമർ ആണ്, പക്ഷെ ഒരു പ്രോപ്പർ നല്ലൊരു വ്യക്തിത്വമാണോ എന്നൊന്നും അറിയില്ല. അതുപോലെ ജിസേൽ ഓക്കെയാണ്. ജിസേൽ ഈ കള്ളത്തരങ്ങളുണ്ടെങ്കിലും അടിപൊളി ഒരു പെർഫോമൻസും പ്ലെയർ ആണ്. അഭിലാഷ് നല്ല പിള്ളയാവാൻ നോക്കുന്നുണ്ട് എൻ്റെ ഒരു ഇതില്. കാരണം ഞാൻ രണ്ടുപേരുടെ വഴക്കുകൾ സോർട്ട് ചെയ്യാൻ തീരുമാനിക്കും, അതൊരു കോംപ്രമൈസ് ചെയ്യാനായിട്ട് മീഡിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതിൻ്റെ ഒന്നും അവിടെ ആവശ്യമില്ല. നമുക്ക് ഒരാൾക്ക് മാനസിക ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ആശ്വസിപ്പിക്കാം, അല്ലാതെ ഇവിടെ കോംപ്രമൈസ് ചെയ്യാൻ അവരെ പോയി അവരെ മിങ്കിൾ ചെയ്യാൻ നോക്കുന്നു, അതൊക്കെ വളരെ കുറച്ച് ഓവറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അനീഷും അങ്ങനെ പേഴ്സണലായിട്ട് വലിയ ആരെയും കാര്യങ്ങളിൽ ഇടപെടാൻ പോകാറില്ല. അപ്പോൾ ഇത്രയും പേരൊക്കെയാണ് അവിടെ നിൽക്കും എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ആൾക്കാർ. അപ്പം ഇതൊക്കെയായിരുന്നു ലാലേട്ടൻ വന്ന ഈ ഒരു എപ്പിസോഡിലെ കാര്യങ്ങൾ. നാളെ വരും എപ്പിസോഡ്, നാളെ ഒരു ദിവസം കൂടെ ലാലേട്ടൻ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് നാളത്തെ കാര്യങ്ങൾ നാളെ കണ്ടറിയാം. അതുപോലെ നമ്മുടെ ഒരു സ്പൈ ഡോഗിനെ അവിടെ അവർ ഇറക്കിയിട്ടുണ്ട് ലാലേട്ടന്റെ ഒരു നല്ലൊരു രസമുണ്ട് റോബോ ഡോഗ്. ഇപ്പൊ റോബോ ഡോഗിന്റെ ഒരു പേര് നിർദ്ദേശിക്കാൻ പറഞ്ഞതിൽ ഒരു പേര് 13,000 പേരുകൾ നിർദ്ദേശത്തിൽ സെലക്ട് ചെയ്ത പേര് സ്പൈക്കുട്ടൻ എന്നാണ്. സ്പൈക്കുട്ടൻ എന്ന പേര് ഏതോ ഒരു ആൾ അയച്ചു കൊടുത്ത, ഒരു പ്രേക്ഷകരിൽ ആരോ അയച്ചു കൊടുത്ത ഒരു പേരാണ്. എന്തോ മഞ്ജിമെന്നോ മഞ്ചേരിന്നോ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് എന്തോ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാനുണ്ടെന്നൊക്കെ പ്രതീക്ഷിച്ച് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതായിരുന്നു. ഇനിയിപ്പം അത് നല്ല രസമുള്ള ഒരു റോബോ ഡോഗ് ആയിരുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് ഷോ. ഇനി വരും ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്നുണ്ട്, നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രി ആരായിരിക്കും അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം, അവരുടെ പെർഫോമൻസിന് വേണ്ടിയിട്ട്. ഈ ബിഗ് ബോസ് സീസൺ 5 ഇതുപോലെ ഞാൻ കാത്തിരുന്നപ്പോൾ വന്നത് നമ്മുടെ അനു എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഉണ്ട്. പുള്ളിക്കാരി സീരിയൽ ആക്ട്രസ് ആയിരുന്നു. ഒട്ടും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത എന്തൊക്കെയാണ് വെളിയിൽ നിന്ന് കളികളെല്ലാം കണ്ടിട്ട് അകത്ത് കയറി വന്നിട്ട് 8 നിലയിൽ പൊട്ടി തിരിച്ചു പോയൊരു ആളായിരുന്നു അനു. വേറെയും പലരും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇതുപോലെ തന്നെയാണ്, എന്തായാലും നനഞ്ഞ പടക്കമായിട്ട് തിരിച്ചു പോയി, ആളിക്കത്തി വന്ന് അണഞ്ഞ് തിരിച്ചു പോയി. ഇതുപോലെ ആരാണ് ഇത്തവണ വൈൽഡിൽ വരുന്നത്? എന്തായാലും ഹൗസിനകത്ത് ഇത്രയും ദിവസം നിൽക്കുന്നവരുടെ മുന്നിൽ പുറത്തു നിന്ന് കളി കണ്ടിട്ട് വന്ന് കയറിയിട്ടൊന്നും കാര്യമില്ല. പലരും നമുക്കറിയാം, ഇത് പുറത്തുനിന്ന് കാണുമ്പോഴത്തേക്കും പലരും സപ്പോർട്ട് ചെയ്തിട്ട് ആൾക്കാരുടെ സപ്പോർട്ട്, ഇപ്പൊ അനീഷിന് നല്ല സപ്പോർട്ട് പബ്ലിക്കിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് അകത്ത് അനീഷിനെ സപ്പോർട്ട് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്ത് വരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതുവരെ പ്ലാൻ ചെയ്ത് വരുന്നതായിരിക്കും. എന്തായാലും കണ്ടറിയാം. ഇതിനകത്ത് അക്ബർ ശരത്ത് ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ അവരൊരു ഗ്രൂപ്പ് ഭയങ്കരമായിട്ട് അതിനകത്ത് നടക്കുന്നുണ്ട്. കാര്യം ഇന്ന് തന്നെ ആർക്ക് ഇങ്ങനെ വോട്ട് കൊടുക്കണം എന്നുള്ള ഒരു ഇത്, ആർക്ക് ഏറ്റവും മികച്ച പ്ലെയർ, ആർക്ക് സ്റ്റാർ കൊടുക്കണം എന്നതിൽ ആ ഒരു ക്യാമറ കറക്റ്റ് ഫോക്കസ് ചെയ്ത സമയത്ത് തന്നെ ശരത്ത് അക്ബറിനോട് പറയുന്നത് ശ്രദ്ധയപ്പെട്ടായിരുന്നു. ജിസേൽ എന്ന് പറയുന്നത്, അതായത് അക്ബർ ജിസേലിന് വേണ്ടിയിട്ടാണ് വോട്ട് കൊടുത്തത്. കാരണം അവർ തമ്മിൽ ഒരു സ്വന്തം തീരുമാനം പോലും എടുക്കുന്നില്ല, പരസ്പരം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അതൊരു സേഫ് ഗെയിമാണ്. അത് എത്രത്തോളം മുന്നോട്ട് പോകുന്ന അറിയത്തില്ല. ശരത്ത് എന്തായാലും മൂട്ടി വീഴും, അക്ബർ കയറി പോകും എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലെ എപ്പിസോഡുകൾ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ വിലയിരുത്താം. അപ്പോൾ മറ്റൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.